എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലി ചിത്രം എന്തുകൊണ്ട് റിലീസായില്ല. അതിനൊരു ഉത്തരം മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. കാരണം ഇത് നിർമ്മിക്കുന്നത് നൈസാം സലാമാണ്. അദ്ദേഹം ആരുടെ കയ്യിൽ നിന്നും ഈ ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി പൈസ മേടിച്ചിട്ടില്ല. അതായത് ഈ ഒരു കോടതി ഉത്തരവിന്റെ പേരിൽ ആദ്യം ഈ പടം സ്റ്റേ ചെയ്തു. ആ സ്റ്റേ മേടിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്ന് പുള്ളി പൈസ മേടിച്ചിട്ടില്ല. രണ്ടാമത് വീണ്ടും ആ കോടതിയെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ ബോധിപ്പിച്ചതിന് ശേഷം ആ സ്റ്റേ പിൻവലിച്ചു. കാരണം അതിനുശേഷം വീണ്ടും ഈ സിനിമ റിലീസാവുന്ന സമയത്തേക്ക് വീണ്ടും എത്തിയപ്പോഴേക്കും വീണ്ടും ഹൈക്കോടതിയിൽ ചെന്നിട്ട് വീണ്ടും തെറ്റിദ്ധാരണ മുഴക്കിക്കൊണ്ട് വീണ്ടും ഒരു സ്റ്റേയും കൂടി മേടിച്ചു. ഇതിനൊന്ന് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പോലും കൃത്യമായിട്ടുള്ള ധാരണാപത്രമൊക്കെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷമാണ് നൈസാം സലാം എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷന്റെ ബാനറിൽ ഇത് ആരംഭിക്കുന്നത്. 4-5 വർഷത്തെ കഷ്ടപ്പാടാണ് ഒരു സംവിധായകന്റെ ഒരു പടം ചെയ്യുന്നത്. എനിക്കൊന്ന് അതിലും കൂടുതൽ വർഷങ്ങൾ ചിലപ്പോൾ അദ്ദേഹം കഷ്ടപ്പെട്ട് കാണും. ഇതിപ്പോ സിനിമയുടെ പേര് പോലെ ഇതിന്റെ പ്രൊഡ്യൂസറിനെ കുരിശിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് ആഭ്യന്തര കുറ്റവാളിയാക്കിയിട്ട്. അപ്പൊ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്, ഇൻഷാ അള്ളാ ഞാൻ ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവന്റെ കയ്യിൽ നിന്ന്, ഈ കേസ് കൊടുത്തവന്റെ കയ്യിൽ നിന്ന് ഒരു ചായ പോലെ അദ്ദേഹം വാങ്ങിച്ചു കുടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ചാകേണ്ടി വന്നാലും, ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും, സുപ്രീം കോടതിയിൽ പോയിട്ട് വന്നാലും അവിടെ ചെന്ന് സത്യം തെളിയിച്ചിട്ട് മാത്രമേ പുള്ളി പടം ഇറക്കുന്നുള്ളൂ. അതുകൊണ്ട് പുള്ളി ഈ പറയുന്ന കേസ് കൊടുത്ത വ്യക്തിയും പുള്ളിയോട് പൈസയും ബാക്കിയുള്ള കാര്യങ്ങളും വാങ്ങിച്ചിട്ടുള്ള കോംപ്രമൈസിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പുള്ളി പറയുന്നത് അതൊന്നും ഞാൻ ചെയ്യത്തില്ല, കോടതി പോയിട്ട് സത്യം തെളിയട്ടെ. അങ്ങനെ പുള്ളിക്ക് ആഭ്യന്തര കുറ്റവാളി ആവാൻ വേണ്ടി താല്പര്യമില്ല. ഇക്കയോടൊപ്പം ഞാനും ഉണ്ട്, ഈ സിനിമയോടൊപ്പം ഉണ്ട്. ആസിഫിന്റെ ഒരു സിനിമ PR ചെയ്യണം എന്നുള്ള എന്റെ സ്വപ്നം തന്നെയാണ്. ഇത് PR-നപ്പുറം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് തെറ്റ് ചെയ്യാതെ ആരും ആഭ്യന്തര കുറ്റവാളി ആകാൻ വേണ്ടി പാടില്ല. ഇക്ക എന്തായാലും സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് നീതി മന്ദിരത്തിൽ പോയിരുന്നാലും നീതി കിട്ടുന്നത് വരെ ആഭ്യന്തര കുറ്റവാളി പോരാടും. അതിനുശേഷം ഈ കൊച്ചു നന്മയുള്ള കുടുംബ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും. താങ്ക് യു.